ഐഡിയസ്കി പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം 2024 ഈ വർഷം ലോക്സഭ തിരഞ്ഞെടുപ്പ് വരികയാണ്. 2024 ഏപ്രിൽ 26-നാണ് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ. തുടർന്ന് ഇതിൻ്റെ വോട്ടെണ്ണൽ എന്ന് പറയും, അത് ജൂൺ മാസത്തിൽ 4-ാം തീയതിക്കാണ് നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ, ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പാർട്ടികളിൽ ഒരുപാട് ജനപ്രതിനിധികൾ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളിലെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ പ്രചാരണങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ SK പ്ലാറ്റൂണിൽ അംഗമാകാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കറിയാം നമ്മൾ പാലക്കാടുകാരാണ്. പാലക്കാടുകാരായതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലും ഉൾപ്പെട്ടതാണല്ലോ. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പൊതുവെ 3 പാർട്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്നെ BJP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാടിലെ ഈ 3 പാർട്ടികളാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റ് റീജിയണൽ പാർട്ടികളെല്ലാം തന്നെ ഉണ്ട്. പ്രധാനമായിട്ടും ഈ പാർട്ടിയിൽ നിന്ന് 3 പേര് മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ നേരത്തെ MP ആയിരുന്ന ശ്രീകണ്ഠൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് മത്സരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിജയരാഘവൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. പിന്നെ BJPയിലാണെങ്കിൽ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ മേലെയാണ്. ഇതിൻ്റെ ഒരു തോടുണ്ട്, ആ തോടിൻ്റെ മേലെയാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, ജനപ്രതിനിധികൾ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ട് കാണാൻ പറ്റും. കോൺഗ്രസിൻ്റെ ഉണ്ട്, BJPയുടെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആക്ച്വലി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് തിരഞ്ഞെടുക്കുക? അതായത് ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് ജനാധിപത്യം എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്, എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ഏകാധിപത്യം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ എന്തുകൊണ്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊന്ന് പഠിച്ചാലോ ഗൈസ്. ഏകാധിപത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും പരിണാമം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിയിൽ ജീവജാലങ്ങൾ രൂപപ്പെടുന്നത്. ആദ്യം ഉണ്ടായത് പരാമീസ്യം, പിന്നെ അതുപോലെ തന്നെ അമീബ തുടങ്ങിയുള്ള ഏകകോശ ജീവികളാണ്. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആക്ച്വലി ബഹുകോശ ജീവികളെല്ലാം തന്നെ രൂപപ്പെടുന്നത്. ഈ ബഹുകോശ ജീവികൾ രൂപപ്പെട്ടതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ തന്നെ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ രൂപപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുന്നതിൽ പ്രത്യേകിച്ചും ഒരു കാര്യം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് മനുഷ്യൻ കൂട്ടമായിട്ട് ചേരുകയും ആ കൂട്ടങ്ങൾ വീണ്ടും കൂട്ടങ്ങളായിട്ട് ചേരാനായിട്ട് പ്രേരിപ്പിക്കുകയും അത്തരത്തിൽ മനുഷ്യൻ ഓരോ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ സമയബന്ധിതമായിട്ട് നിർവഹിക്കാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുകയും അത്തരത്തിൽ ഗ്രാമങ്ങൾ രൂപപ്പെടുകയും ഗ്രാമങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്രാമങ്ങളിലെ തലവന്മാർ രൂപപ്പെടുകയും ആ തലവന്മാർ പറയുന്നതിനനുസരിച്ച് ഗ്രാമങ്ങളിൽ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാളും മെച്ചപ്പെട്ട് ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം. പിന്നെ അങ്ങനെ വന്നിട്ടാണ് സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നത്. ഇപ്പോൾ സാമ്രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് രാജാക്കന്മാരും വരുന്നുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാർ ആണ് പിന്നീടുള്ള കാലങ്ങൾ മീൻസ് സാമ്രാജ്യങ്ങളും ആ രാജഭരണവും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ രാജാക്കന്മാർ ഡിസൈഡ് ചെയ്യും രാജ്യത്ത് എന്തൊക്കെ നടക്കണം, എന്തൊക്കെ ചെയ്യണം, പ്രജകൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളെ രാജാക്കന്മാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു നല്ല ഭരണം അല്ലെങ്കിൽ ഒരു മോശ ഭരണം എന്നുള്ളത് ഓരോ രാജാക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത്. ചില രാജാക്കന്മാർ നല്ല രീതിയിൽ ഭരണം നടത്തുകയും മറ്റു ചിലർ
അത് ദുരുപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലൊക്കെ നമുക്ക് പല ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. രാജഭരണത്തിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാരെല്ലാം വരുന്നത്. അപ്പോൾ ഇവർ വന്ന കാലത്ത് എല്ലാം തന്നെ അവരുടേതായ രീതിയിൽ നമ്മളുടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ആൾക്കാരുടെ എല്ലാം നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരുപാട് സമരം ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ഈ ജാതി സിസ്റ്റത്തിൻ്റെ വലിയൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹൈ കാസ്റ്റ്, ലോ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ തരംതിരിക്കുകയും അതിനെതിരെ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പോലുള്ള വ്യക്തികൾ സമരം ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുകയും തുടർന്നുള്ള നല്ലൊരു സിസ്റ്റം രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഇപ്രകാരമാണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യം രൂപപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണഘടന രൂപപ്പെടുന്നു. ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ല, ഗ്രൂപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് അതിൽ പറയുന്നത്. അത് ഓരോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചട്ടങ്ങളാണ്. അപ്പോൾ അതാണ് ഭരണഘടന എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ഭരണഘടന ഉള്ളത് നമുക്കാണ്, ഇന്ത്യക്കാണ്. ഈ ജനാധിപത്യം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് ആക്ച്വലി ഏകാധിപത്യം എന്ന് പറയുന്നത്. അതായത് അവിടെ രാജാവ് ഇല്ലെങ്കിൽ ഒരു തലവൻ ഉണ്ടാവും. ആ തലവൻ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് അന്നത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നത്. അതാണ് ആക്ച്വലി ഏകാധിപത്യം എന്ന് പറയുന്നത്. അത് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ജനാധിപത്യം എന്നുള്ള ഇത്തരമുള്ള സിമ്പിളാണ്. ജനങ്ങളുടെ ആധിപത്യം എന്നുള്ളതാണ്. നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ രാജാവ് ഉണ്ടായിരുന്നു, രാജാവ് തീരുമാനം എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ നിർവഹിക്കും. പക്ഷെ ജനാധിപത്യത്തിൽ തിരിച്ചാണ്, ജനങ്ങൾ തീരുമാനിക്കും ഓരോ കാര്യങ്ങൾ, അത് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ത്യയിൽ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ഭരണഘടനയിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് റൈറ്റ്സ് എല്ലാം ഉണ്ട്. അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരാണ്, വ്യക്തികളാണ്. വ്യക്തികൾക്ക് ഓരോരുത്തർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ ആരും തന്നെ കൺട്രോൾ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പൗരന്മാരാകുന്നതിന് 18 വയസ്സ് പൂർത്തിയാക്കണം എന്നുള്ളൊരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ. അങ്ങനെ പൗരന്മാർ എന്ന നിലയ്ക്ക് നമുക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് ഡ്യൂട്ടീസ് എല്ലാം ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ. എന്നാലും ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശം എന്നത് വോട്ടവകാശമാണ്. വോട്ടവകാശത്തിലൂടെയാണ് നമ്മൾ അടുത്ത ഭരണ വ്യവസ്ഥ എപ്രകാരമായിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ, ജനപ്രതിനിധികൾ, അവരെല്ലാവരും തന്നെ നമ്മളെ ഭരിക്കേണ്ടവരല്ല, മറിച്ച് നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യേണ്ട ആൾക്കാരാണ് ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ജനാധിപത്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ജനാധിപത്യം എന്താണ് എന്നുള്ളത് തന്നെ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകം പറയണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ഏത് സ്വഭാവത്തിലുള്ള ആൾക്കാരാണ്, അവർ എല്ലാത്തിലും ഉള്ള കപ്പാസിറ്റിയും അറിവും എല്ലാം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഈ നിൽക്കുന്ന ഓരോ വ്യക്തികളും അവർക്ക് ഓരോ പാർട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ പാർട്ടികൾക്ക് ഓരോ ആശയങ്ങളൊക്കെ ഉണ്ടാകും, നിലപാടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓരോ പാർട്ടികളും പ്രത്യേകിച്ചും ഭരണഘടനയെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഭരണഘടനയിൽ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുടെ ജനപ്രതിനിധികളായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, യുണിക്കാണ്, വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉള്ളവർക്കാണ്, സംസ്കാരമുള്ളവരാണ്, വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയ്ക്കുള്ള ആൾക്കാരിൽ ചില ആൾക്കാർക്ക് എല്ലാ ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. മറ്റു ചിലരാകട്ടെ അവർ പറയുന്നത് കേട്ട് ബാക്കിയുള്ളവർ അടിമകളായിട്ട് തന്നെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉള്ള പാർട്ടികളും
നമ്മൾക്കിടയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, തിരിച്ചറിയണം. പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടനാ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനം. കാരണം ഓരോ പാർട്ടികളും അത്തരത്തിലുള്ള ആശയങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഓരോ പാർട്ടിയിലും വിശ്വസിക്കുന്നതും, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടികളെല്ലാം സപ്പോർട്ട് ചെയ്ത് പോകുന്നതെല്ലാം. അപ്പോൾ അത് ശരിയായ ഡെസിഷൻ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് വ്യക്തികൾ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഓരോ വോട്ടുള്ളത് കൊണ്ടും നമ്മളത് മനസ്സിലാക്കേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഫ്രണ്ട്സ്, ഈ മാസം 26-ന് ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ ഭരണഘടനയെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഭരണഘടന നമുക്ക് അനുശാസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്നുള്ളതാണ്. അവിടെ ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരോ, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരോ, ഇല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും നിയമത്തിന് മുമ്പിൽ ഈക്വൽ എന്നുള്ളതാണ്, തുല്യതയാണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള ആൾക്കാരെ ആയിരിക്കണം നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ ഈ ജാതി, മതം, ഇനം, കളറ്, മറ്റ് എന്തിൻ്റെയൊക്കെ പേരിലൊക്കെ വർഗീകരിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീകരിച്ചുകൊണ്ട് ബെനിഫിറ്റ് നേടുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മൾ ഒതുക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ നമുക്കറിയാം, നമ്മൾ കേരളീയരായതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് വോട്ട് ചെയ്യുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.